ഈ വീഡിയോ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്നൊരു മെസ്സേജാണ്. കൺഫർമേഷൻസ് എന്തായിരിക്കാം? നിങ്ങളൊരു കൃഷ്ണഭക്തി ആയിരിക്കാം, അല്ലെങ്കിൽ കൃഷ്ണനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കാം. നിങ്ങൾ കൃഷ്ണ ഭഗവാൻ, അത് ഏതൊരു ജാതി മതം ആയിക്കോട്ടെ, നിങ്ങൾ കൃഷ്ണ ഭഗവാനെ വളരെയധികം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്ക് കൃഷ്ണ ഭഗവാനായിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ മെസ്സേജ് എത്തും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലുള്ളൊരു മെസ്സേജ് നിങ്ങൾക്കുണ്ടായിരിക്കും. ആൻഡ് റീസെൻ്റ്ലി നിങ്ങൾ വളരെയധികം സങ്കടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടഫ് മൊമെൻറ്റ്, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും വരാനില്ല എന്നുള്ളൊരു മൊമെൻറ്റിൽ കൂടെയാണ് നിങ്ങൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു പോയിരുന്നെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഭയങ്കര അധികം നെഗറ്റിവിറ്റി നിറഞ്ഞിട്ടുള്ള രാത്രികളായിരുന്നിട്ടുണ്ടായിരിക്കാം, ഉറക്കമില്ലായ്മയുള്ള രാത്രികളായിരുന്നിട്ടുണ്ടായിരിക്കാം. അത് സ്ട്രോങ്ലി ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ എന്തൊക്കെ ഒരു നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്നോ, എന്തൊക്കെ ഒരു ചാലഞ്ച് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നോ, അതൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ അത് നടക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം നിങ്ങളുടെ ലൈഫിലെ കുറച്ച് കാർമിക് പാറ്റേൺസ്, അല്ലെങ്കിൽ ടോക്സിക് പാറ്റേൺസ്, ഒരു ടോക്സിക് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ്, നിങ്ങളുടെ ഒരു ഹയർ ഗ്രോത്തിന് നല്ലതല്ലാത്ത കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് അവിടെ റിമൂവ് ആവേണ്ടതുണ്ടായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അതവിടെ കളയാറായിട്ടുണ്ട്. ആ ചെയിൻ ബ്രേക്ക് ആവാറായിട്ടുണ്ട്. ആൻഡ് ഒരു മെയിൽ ഫിഗർ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ കൃഷ്ണൻ മെയിൽ ഫിഗർ അല്ലേ, ആ ഒരു കൃഷ്ണൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വളരെയധികം ഉണ്ട്. ദാറ്റ് നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്നേഹം എന്താണോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാറായിട്ടുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു ഒഴിഞ്ഞ ഗ്ലാസ്സിൽ നിന്ന് നമുക്കൊരാൾക്ക് വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒഴിഞ്ഞ ഗ്ലാസ്സിൽ നിന്ന് ആർക്ക് കൊടുക്കാൻ പറ്റുമോ? അതുപോലെയാണ് നിങ്ങളുടെ കപ്പ് എംപ്റ്റിയാണ്, നിങ്ങളുടെ മനസ്സ് എംപ്റ്റിയാണ്. നിങ്ങൾക്ക് കൊടുക്കാത്ത സ്നേഹം എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കും? അതുകൊണ്ട് ഇത് ഡിവൈനായിട്ട്, അല്ലെങ്കിൽ കൃഷ്ണനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഹയർ പവറായിട്ട് ഈ ഒരു സിറ്റുവേഷൻ വരുത്തിച്ചതാണ്. സോ ദാറ്റ് ഈ വട്ടം ഡിവൈനായിട്ട് നിങ്ങളുടെ കപ്പ് പൂർ ചെയ്യാണ്. ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാണ്, സ്നേഹം കൊണ്ടുവരാണ്. കാരണം നിങ്ങൾ അത്രയും ബ്ലെസ്ഡാണ്. നിങ്ങൾ അത്രയും ബ്ലെസ്ഡ് ആയതുകൊണ്ടും, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും, നിങ്ങൾ നല്ല കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിവൈനായിട്ട് തന്നെ നമ്മൾ വന്ന് സ്നേഹിക്കുന്നതും, ഡിവൈനായിട്ട് വന്ന് നമ്മളെ രക്ഷിക്കുന്നതും. യു ആർ എ സ്റ്റാർ എന്ന് പറയില്ലേ, യു ആർ എ ഡിവൈൻ ചൈൽഡ് എന്ന് പറയില്ലേ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ, എന്തൊക്കെ അൺസർട്ടനിറ്റി ഉണ്ടോ, അതിൻ്റെ ഒക്കെ പിന്നിലൊരു കാരണമുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു കാരണം ദൈവമാണ്. ആ ഒരു കാരണം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത്. എത്ര ടഫ് മൊമെൻറ്റ്സ് ആയാലും അത് നടക്കേണ്ടതായിരുന്നു. അത് നടക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലായിരിക്കുക ഇത് എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇതിങ്ങനെ നടന്നു എന്നുള്ളത്. കാരണം ഇപ്പോൾ എത്രയൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫയറി ക്ലൈമാക്സ് വരികയാണ് നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയില്ലേ. നിങ്ങളുടെ ലൈഫിലൊരു ആ ഒരു ക്ലൈമാക്സ്, നമ്മൾ ഈ മൂവിയൊക്കെ കാണുന്ന പോലെ ഒരു ക്ലൈമാക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. എന്താണോ നിങ്ങളുടെ ഒരു ഡ്രീം, എന്താണോ നിങ്ങളുടെ ഒരു വിഷൻ, എന്താണോ നിങ്ങൾ ആ ഒരു ലൈഫിൽ വിചാരിക്കുന്നത്, അത് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ എന്തൊക്കെയാണോ പേടിക്കുന്നത് ആ പേടികൾ കൂടെ വർക്ക് ചെയ്യുക. പേടിച്ചു കൂടാണ്ട് ആ പേടി എന്താണോ അതിൻ്റെ കൂടെ ഇരുന്ന് അതിനെ നേരിട്ട് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ആൻഡ് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ദൈവവിശ്വാസിയാണെന്നും യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. നിനക്ക് ഞാൻ അത്ര വിശ്വാസമുണ്ടോ, എന്നാൽ ഞാൻ ഒന്ന് നോക്കട്ടെ, എന്നാൽ പിടിച്ചോ ഒരു ടെസ്റ്റ്. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റാണ്. അത് റിലേഷൻഷിപ്സിലായിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഡ്രീംസ് ആയിരിക്കാം. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ആ ഒരു ഡ്രീമായിട്ട് കമ്മിറ്റഡ് ആണ്, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കാര്യങ്ങളായിട്ട് കമ്മിറ്റഡ് ആണ്, എത്രത്തോളം നിങ്ങൾക്കത് വേണം എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീം നിങ്ങൾ എത്രയധികം കമ്മിറ്റഡ് ആണെന്ന് ദൈവത്തിന് മനസ്സിലാവും. അല്ല, നിങ്ങളെപ്പോൾ അത് ഗിവ് അപ്പ് ചെയ്യാണ്ട് നിൽക്കുന്നോ, നിങ്ങളതിന് എത്രത്തോളം ഉറച്ചു നിൽക്കുന്നോ, ദൈവം നമുക്ക് അത് തരുക തന്നെ ചെയ്യും. സോ ഇത് ജസ്റ്റ് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഡിവൈൻ ഇൻ്റർവെൻഷനാണ്.
അത് നടക്കേണ്ടതായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് സത്യങ്ങൾ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ വരും. ആൻഡ് ആരെന്തൊക്കെ ലൈഫിൽ നിങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ജസ്റ്റ് ട്രസ്റ്റ് യൂണിവേഴ്സ്, ട്രസ്റ്റ് ഡിവൈൻ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. യു ആർ ബ്ലെസ്ഡ്. ആൻഡ് അതുകൊണ്ട് മാത്രമേ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുക അല്ലേ. സ്റ്റേ ബ്ലെസ്ഡ്. രാധേ രാധേ.